എനിക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് പൈസ ചിലവാക്കാൻ ഇഷ്ടമില്ല. എനിക്ക് പൈസ സേവ് ചെയ്യേണ്ടതുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് നടക്കുമോ? ഇല്ലല്ലോ. രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയ കാര്യങ്ങളാണ്. രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നടക്കാൻ പോകുന്നില്ല. പുറത്തു പോയി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ പൈസ ചിലവുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷിലും പറയണ്ടേ? അതിന് നമുക്ക് പറ്റിയ ഒരു ഫ്രേസ് ആണ് ഓൺ ദി അതർ ഹാൻഡ്. ഇതിൻ്റെ മീനിങ് നേരെ മറിച്ച്. രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇത്തരം ഒരു ഫ്രേസ് ഉപയോഗിക്കാം. ഇനി എങ്ങനെയാണ് ആ ഫ്രേസ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. I would like to eat out, but on the other hand, I should try to save money. ഇവിടെ ഈ സെൻറ്റൻസിൻ്റെ മീനിങ് ഐ വുഡ് ലൈക്ക് ടു ഈറ്റ് ഔട്ട്. ഈറ്റ് ഔട്ട് മീൻസ് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ഐ ഷുഡ് ട്രൈ ടു സേവ് മണി. എനിക്ക് പൈസ സേവ് ചെയ്യാൻ ശ്രമിക്കുകയും വേണം എന്നാണ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസിൽ നമ്മൾ ഓൺ ദി അതർ ഹാൻഡ് എന്ന ഒരു ഫ്രേസ് ഉപയോഗിച്ചത് നോക്കൂ. ഇനി നമുക്ക് വേറെ ഒരു സെൻറ്റൻസ് നോക്കാം. വർക്കിംഗ് ഫ്രം ഹോം വാസ് ഗുഡ്, ബട്ട് ഓൺ ദി അതർ ഹാൻഡ് പീപ്പിൾ ഹാവ് ബിക്കം അൺഹെൽതി. വർക്കിംഗ് ഫ്രം ഹോം എന്നത് നല്ലതാണ്, പക്ഷേ ആളുകളെല്ലാവരും അനാരോഗ്യവാന്മാരായി മാറിയിരിക്കുന്നു. അതാണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ്. ഇവിടെയും നമ്മൾ ഓൺ ദി അതർ ഹാൻഡ് എന്ന ഫ്രേസ് ഉപയോഗിച്ചു. ഇനി വേറൊരു സെൻറ്റൻസ്. ഇറ്റ് വാസ് എൻ അൺഫോർച്ചുനേറ്റ് എക്സ്പീരിയൻസ്, ബട്ട് ഓൺ ദി അതർ ഹാൻഡ് വൺ ക്യാൻ ലേൺ ഫ്രം വൺസ് മിസ്റ്റേക്സ്. അൺഫോർച്ചുനേറ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നിർഭാഗ്യകരമായ ഒരു അനുഭവം. അത് നിർഭാഗ്യകരമായ ഒരു അനുഭവമായിരുന്നു. നേരെ മറിച്ച് വൺ ക്യാൻ ലേൺ ഫ്രം വൺസ് മിസ്റ്റേക്സ്. പക്ഷേ ഒരാൾക്ക് മിസ്റ്റേക്സിൽ നിന്നും പാഠങ്ങൾ പഠിക്കാൻ പറ്റും. ഇനി വേറൊരു സെൻറ്റൻസ്. ഐ വുഡ് ലൈക്ക് എ ജോബ് വിച്ച് പേയ്സ് മോർ, ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ഐ എൻജോയ് ദ വർക്ക് ഐ എം ഡൂയിങ് അറ്റ് ദ മോമെൻറ്റ്. കൂടുതൽ പൈസ കിട്ടുന്ന ഒരു ജോലി വേണമെന്നുണ്ട് എനിക്ക്. നേരെ മറിച്ച് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഞാൻ ഒരുപാട് ആസ്വദിക്കുന്നു. അറ്റ് ദ മോമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക. അപ്പോൾ ഓൺ ദി അതർ ഹാൻഡ് എങ്ങനെ ഉപയോഗിക്കും എന്ന് മനസ്സിലായല്ലോ.